Historians believe Kalaripayattu is the mother of all martial art form. Kalari means the gymnasium and the payattu. What we are practicing inside the Kalari, that is called the payattu. Lord Parashurama, the sixth reincarnation of the Lord Mahavishnu, is the father of this martial. That is the legendary side, who started this Kalari for the protection of this land. Ancient times, the Buddhist monks and the Hindu saints, they practiced this martial art for the self-protection. And one of the Buddhist monks is Bodhidharma, who went from India to China and the neighboring countries, and he taught his disciples this martial art. Kalaripayattu, actually the training proper in the Kalari is mainly divided into 3 stages. The first phase of training is Meitari, body control exercise. On that, the student practice different type of body exercises, different leaps, jumps, kicks, animal postures, body exercises, all practicing in the first phase of training. After getting the proper body stamina, flexibility and all, the student go to the next phase, actually that is called the Koltari, second phase of training. So that practice with the wooden weapons. Even the wooden weapon also, it will take 3 to 4 years to complete. So then we go to the metallic weapon. That is the Ankatari. That is the step by step we go to that. And the metallic weapon, first we practice with the dagger, then we go with the sword and shield, then with the spear, then with the flexible sword. ഒരു മാർഷൽ ആർട്ട് ട്രെയിനിങ് മാത്രമല്ല, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന അവരുടെ ഒരു മെൻ്റലി സ്ട്രോങ്, അതുപോലെ അവരുടെ സ്വഭാവ രീതികൾ മെച്ചപ്പെടുത്തുക, അതിനൊക്കെ ഒരു ഭയങ്കര ഗുണം ചെയ്യും ഒരു ട്രഡീഷണൽ മാർഷൽ ആർട്ട്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ പാരൻസ് ഇത് കളറിപ്പയറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം. ഗേൾസ് ആൻഡ് ബോയ്സ്, സോ അവർ എല്ലാവരും വരുന്നുണ്ട്. അതൊരു വേർതിരിവില്ല കളറിയിൽ. ഇപ്പോൾ കൂടുതലും ഗേൾസും ബോയ്സും ഒരേപോലെയാണ് കളറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗേൾസിനെ സംബന്ധിച്ചോളം, ഗേൾസ് ആൻഡ് ബോയ്സ് അവരുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടും. ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പം ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ അവർ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് കളറിപ്പായിട്ടുള്ള സംഭവം. അപ്പോൾ അവരെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക്. അവർ സ്വന്തമായിട്ട് അവർക്കൊരു വീൽ പവർ ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു ഒറ്റയ്ക്ക് പെട്ടെന്നുള്ള ഒരു ആക്സിഡൻറ്റിൽ അവർക്ക് ഇൻ പവർ വരുന്നത് എങ്ങനെ, അത് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു സംഭവം ഒരു ആളുടെ നടുവിൽ പോകാനോ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് കോൺഫിഡൻറ്റ് അവർക്ക് നന്നായിട്ടുണ്ടാവുന്നു. അത് കളറിപ്പയറ്റിൻ്റെ മാർഷൽ ആർട്ടിൻ്റെ ഗുണം കൊണ്ടാണ്. അവർ ടീച്ച് ചെയ്യുന്ന രീതിയും ആ ഒരു പ്രോപ്പർ വേ ഉള്ളതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല ഗുണം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കൊരു ഹെൽപ്പ്, നന്നായിട്ട് കോൺഫിഡൻറ്റ് ലെവൽ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും സ്ട്രോങ് ആകുന്നുള്ള തോന്നൽ അവർക്കുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് തീരുമാനം എടുക്കാനും അവരുടെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിലാണ് കളരിനെ പറ്റി അറിയുന്നതും ഇതിനെക്കുറിച്ച് കേൾക്കുന്നതുമൊക്കെ. എൻ്റെ അച്ഛനാണ് എന്നെ കളരിയിൽ കൊണ്ട് ചേർക്കുന്നത്. അച്ഛൻ്റെ ചെറുപ്പത്തിൽ കളരി കുറച്ച് അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടും സമൂഹത്തിൽ ഇറങ്ങി ധൈര്യത്തോടെ ജീവിക്കണം എന്നുള്ളത് കൊണ്ടും അതിനൊന്ന് പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടും എൻ്റെ അച്ഛനാണ് എന്നെ കളരിയിൽ കൊണ്ടുപോയി ചേർത്തിയത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കളരീൻ്റെ പഠനം ആരംഭിക്കുന്നത്. അഭ്യാസമുറകളൊക്കെ ചെയ്തു തുടങ്ങുന്നത് ആ ഒരു ഇയറിലാണ്, 2007. അതുമുതൽ ഇതുവരെ in my 15 or 16 years ഞാൻ കളരി അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത്രയ്ക്കധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ എന്ന് പറയുമ്പോൾ ചാമ്പ്യൻഷിപ്പുകൾക്ക് പോവുകയും പിന്നെ അതിൽ ഒരു സ്ഥാനവും ഇല്ലാതെ ഇതുവരെ ഒരു ചാമ്പ്യൻഷിപ്പിനും മടങ്ങേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്ലേസാണ് അധികവും കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചാമ്പ്യൻഷിപ്പുകൾക്കൊക്കെ പോയി എത്രയാണ് എന്നുള്ളത് ഇതുവരെ ഞാനങ്ങനെ എണ്ണിയാൽ തീരുന്ന ഒരു കൗണ്ടിലല്ല അത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനത് എണ്ണിയിട്ടില്ല. പക്ഷെ ആ ഒരു വിജയം ഞാൻ ആസ്വദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പമാണ് ഈ കളരിപ്പയറ്റ് കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് പാഷനായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ് കളരിപ്പയറ്റ്. എത്രത്തോളം ഞാൻ ഇതിനോട് അടുത്തിട്ടാണ് എന്നുള്ളത് അളക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്നെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കളരിപ്പയറ്റ്. After getting all this weaponry training, the students practice about the human anatomy and the marmas. We have 107 vital spots in the body. Based on that, we have some fighting techniques and the curative side. Actually, that is the treatment side. Many accidents happen in the time of training. There was not any treatment system or anything. So the guru himself, he developed a treatment system that is called the Marma Chikitsa treatment side. So they are passed actually generation to generation and still following that. With the Parshi Raja, the Kalari warriors fought against the British. Initially they defeated the British army and they understand that this is very dangerous. After they got the power, they banned Kalaripayattu. Some families secretly practiced Kalaripayattu in their own family and their own family members. In their home, they practiced Kalaripayattu. Later, after the British, actually, it came.